സർവശക്തിയിൽ, അതായത് ഇവിടെ പിളരണം, അങ്ങനെ വിറക്കണം സ്റ്റുഡിയോ. ചെമ്പകപ്പൂ പൂക്കുറ്റി, സിമ്പിൾ പറഞ്ഞേ. അടിയൊരു ചെമ്പകപ്പൂ പൂക്കുറ്റി. കിട്ടി. പക്ഷെ പൂക്കുറ്റി പൊട്ടിയില്ലല്ലോ. അത് വരത്തില്ല. പറഞ്ഞോക്കട്ടെ. സൗണ്ട് കണക്റ്റഡ് ആണ്. ഓഹോ, സെൻസ് ഉണ്ട് സെൻസ് ഉണ്ട്, സെൻസിറ്റിവിറ്റി. പൂക്കുറ്റി ഓക്കെ, അത് ആര് പറഞ്ഞാലും ഇവിടെ ഒരാൾ പറയുന്നത് അത്ര ഏക്കില്ല. പക്ഷെ ജനങ്ങളാണ് ഈ പൂക്കുറ്റി വിജയിപ്പിച്ചത്. ജനങ്ങളുടെ ഭാഗത്തുനിന്ന് 5-6 പേര് ഇവിടെ ഇരിക്കുന്ന സ്ഥിതിക്ക് നമ്മളെ കടത്തിവെട്ടാൻ ജനങ്ങളിൽ നിന്ന് ഒരാൾ നമുക്ക് സെലക്ട് ചെയ്താൽ അവർ ഈ പൂക്കുറ്റി വിജയിപ്പിക്കുന്ന ഒരു പരീക്ഷണം. ആ 4 ഗജവീരന്മാരും തലയെടുപ്പുള്ളവര്. മനസ്സിലായോ എപ്പോഴേ? ഇത് MG സാറിന് മാത്രമുള്ള ഒരു ജന്മാവകാശമാണ്. അടിയൊരു ചെമ്പകപ്പൂക്ക് കുറ്റി. ശ്രമിച്ചല്ലോ, ഇതെല്ലാം മാക്സിമം ഇതല്ലേ. പേരെന്താണ്? ലിഗേഷ് പൂക്കുറ്റി. അപ്പൊ ഞാൻ ആരായി സാറേ? എനിക്ക് പൂക്കുറ്റില്ല. ശരി പോട്ടെ. ഓക്കെ ബൈ. ഇതേ കുട്ടി, അടുത്ത റൗണ്ടിൽ കാണാം നമുക്ക്. അതെന്താ ഒരു മന്ദമന്ദം? ഇത്രയും പേര് നോക്കിയിരിക്കുന്നു എന്നുള്ള ഒരു ആളെ അത് ബാധിക്കുന്ന കാര്യമില്ല. ആളൊരു താളത്തില് ഒരു ഈണത്തിലൊക്കെ നടന്നു വരുള്ളൂ. ഇത് കുട്ടി അടിപൊളി കളറാണല്ലോ. ഇത് ഏതാ കളർ? ബ്ലൂ ആണോ പീക്കോക്ക്? ഒരു സീ ഗ്രീൻ. ഞാനൊന്നും പറയണില്ല, എനിക്ക് കളറിനെ പറ്റി അങ്ങനെ അറിയില്ല. ഇതുമായിട്ട് ചേരുന്നു, തീമായിട്ട് ചേരുന്ന കളറാണ്. അതെ അതെ, അടിപൊളി കളറാ. അതൊക്കെ നിക്കട്ടെ, നമുക്ക് അതൊക്കെ ഒരു സൈഡില്. ഏത് പാട്ടാണ്? മഞ്ഞുമാസ പക്ഷി. സ്ലോ സോങ് ആണ് അല്ലേ? അതാണ് അങ്ങനെ നടന്നു വന്നത്. സ്ലോ മോഷൻ വന്നതിന്റെ കാര്യം അതാണ്. സിനിമ കൃഷ്ണകുടിയിലെ ഒരു പ്രണയകാലത്ത്. മ്യൂസിക് വിദ്യാസാഗർ സാർ, ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സാർ, പിന്നെ പാടിയത് ദലീമ മാം. വർഷം 1997. നമ്മുടെ നിയമസഭയില് നമുക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടിട്ട് നമുക്കൊരു MLA ആയി ദലീമ. നല്ലൊരു പാട്ടുകാരിയാണ്. എത്രയോ പാട്ടുകൾ പാടിയിട്ടുണ്ട്, കൂടുതലും ക്രിസ്ത്യൻ ഡിവോഷനിലും, പിന്നെ ഇതുപോലെ ഫിലിം സോങ്സ്. ആ ഉടുപ്പിന്റെ കാര്യവും നല്ല സെലക്ഷൻ. ആ പറയണം, ഇത് ഈ ഉടുപ്പൊക്കെ എല്ലാരും കൂടെ മേടിച്ചു ഒരു നാടിന്റെ മൊത്തം അവരുടെ നാട്ടുകാർ മൊത്തമാണ് മോള് ഇരിക്കുന്നത്. അതെ, തെയ്യം കലാകാരന്മാരാണ് എന്നാണ് ഞാൻ. അല്ലെ മോളെ പറ. അച്ഛൻ തെയ്യം കലാകാരനാണ്, അച്ഛന്റെ കൂട്ടുകാരാണ് ബാക്കി വന്നേക്കുന്നത്. ആരെ ഉടുപ്പൊക്കെ മേടിച്ചു വന്നേക്കുന്നതെന്ന് പറഞ്ഞ എല്ലാരും കൂടെ നാരങ്ങ മുട്ടായി വാട്സപ്പ് കൂട്ടായ്മ. അവര് 7ാം ക്ലാസ്സില് ക്ലാസ്മേറ്റ്സ് ആണ്. നല്ല പേരാണ്, നാരങ്ങ മുട്ടായി. ഒരു നൊസ്റ്റാൾജി ഉണ്ട് അതിനകത്ത്. വേറൊരു ഗ്രൂപ്പ് ഒന്നുമില്ലേ, പുളിമരച്ചോട്? അത് 10ാം ക്ലാസ്. 7 കഴിഞ്ഞിട്ട് പിന്നെ പഠിച്ചില്ല. ഞങ്ങളൊരു പേരിടാന്ന് വെച്ചാണ്, ഞങ്ങൾ മോഡൽ സ്കൂളിലെ കൂട്ടുകാരെല്ലാം കൂടെ. അവിടെ പൈ എന്ന് പറഞ്ഞ ഒരാളുടെ കടയുണ്ടായിരുന്നു, പൈ. അവിടെ ഈ ഒരു ചെറിയ പ്ലാസ്റ്റിക്, ഇതിനകത്ത് ഒരു ചെറിയ ഉണ്ട പോലെ ഉണ്ട്, അണുകുണ്ടെന്ന പേര്. അതായത് ഒരു ചെറിയ ഗുണ്ടാണ് അത്. ഇതാണ് എന്താണ്, ശർക്കരയും എല്ലാം പുളിയും എല്ലാം കൂടെ ഇതാക്കിട്ട് വെച്ചിരിക്കുന്നത്. അണുകുണ്ടെന്നാ. പക്ഷെ നമുക്ക് ഇങ്ങനെ ഒരു പേരിടാൻ പറ്റത്തില്ലല്ലോ, അണുകുണ്ട് ഗ്രൂപ്പ്. അണുകുണ്ടിലൊന്നും മെസ്സേജ് ഒന്നും വന്നില്ലല്ലോ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.